നമസ്കാരം. ഇന്നത്തെ കേരള ബാലറ്റ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFും UDFും തമ്മിൽ ധാരണയുണ്ടാക്കിയെന്ന ആരോപണവുമായി BJP. വിജയസാധ്യതയുള്ള 4 മണ്ഡലങ്ങളിൽ BJPക്കെതിരെ വോട്ടുമറിച്ചെന്ന കുമ്മനം രാജശേഖരൻ. നേമത്ത് കോൺഗ്രസ് BJPക്ക് വോട്ട് ചെയ്തെന്ന LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടി. ഭൂമിദാന വിവാദം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കുമെന്ന് PP തങ്കച്ചൻ. വിവാദം പൊതുജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ UDFന് സാവകാശം കിട്ടിയില്ല. ജിഷ കൊലക്കേസ് ചർച്ചയായത് പെരുമ്പാവൂരിൽ മാത്രമെന്നും UDF കൺവീനർ. ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ലഭിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി UDF നേതൃത്വം. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് VM സുധീരൻ. 100 സീറ്റുകൾ നേടുമെന്ന് VS അച്യുതാനന്ദൻ. എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാകില്ലെന്ന് മന്ത്രിമാരായ K ബാബുവും KM മാണിയും. മദ്യനയം ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ലെന്ന് KCBC. മദ്യനിരോധനവും മദ്യവർജനവും ഒന്നുതന്നെ, വ്യത്യാസം വാക്കുകളിൽ മാത്രം. കേരളത്തിൽ ഏത് മുന്നണി വന്നാലും KCBCക്ക് ഒരുപോലെയാണെന്നും ഫാദർ വർഗീസ് വള്ളിക്കാട്. VS അച്യുതാനന്ദൻ വോട്ട് ചെയ്യുമ്പോൾ ഒളിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് G സുധാകരൻ. തന്നെ അകത്തേക്ക് കടത്തിവിട്ട പോലീസാണ് തെറ്റ് ചെയ്തത്. ദേശാഭിമാനി പോലും തന്നെ സംരക്ഷിക്കുന്നില്ലെന്നും സുധാകരൻ. കോൺഗ്രസിന്റെ പരാതി പരിശോധിക്കുമെന്ന് ജില്ലാ കലക്ടർ. വിശദമായ വാർത്തകളിലേക്ക്. വോട്ടെണ്ണലിന് ഒരു ദിവസം ബാക്കി നിൽക്കെ കൂട്ടിയും കിഴിച്ചുമുള്ള കണക്കുകൂട്ടലുകളിലൂടെ ജയം തങ്ങൾക്കൊപ്പമെന്ന വിലയിരുത്തലാണ് UDF LDF മുന്നണികൾ. മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കാനായെന്നും അക്കൗണ്ട് തുറക്കാനാകുമെന്നും BJPയും കണക്കുകൂട്ടുന്നു. LDF UDF ഒത്തുകളി നടന്നെന്ന ആരോപണവുമായി BJP രംഗത്തെത്തി. നേമത്ത് BJPക്ക് അനുകൂലമായി UDF വോട്ടുമറിച്ചെന്ന ആരോപണവുമായി CPMും രംഗത്തെത്തി. ജയപരാജയങ്ങൾ ആർക്കൊപ്പമെന്ന ആകാംക്ഷയിലൂടെയാണ് രാഷ്ട്രീയ കേരളം കടന്നുപോകുന്നത്. തെക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി അല്ലമീനും, മധ്യകേരളത്തിലെ വിവരങ്ങളുമായി സനൂപ് ശശിധരനും, വടക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി MK ഷുക്കൂറുമുണ്ട്. ഇപ്പോൾ ആദ്യം അൽ അമീനിലേക്ക്. അമീൻ, ഇന്നാണ് യഥാർത്ഥ പോളിംഗ് ശതമാനം പുറത്തുവന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പുറത്തു വന്നിരുന്നു. ഈ ഘട്ടത്തിൽ പ്രധാന മുന്നണികൾ പങ്കുവെക്കുന്ന പ്രതീക്ഷകളും ആശങ്കകളും എന്തൊക്കെയാണ്? തെക്കൻ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ല ഇരു മുന്നണികൾക്കും തുല്യ ശക്തിയുള്ള, തുല്യ സ്വാധീനമുള്ള ജില്ലയാണ്. കൊല്ലം ജില്ലയാണെങ്കിൽ ഇടതുപക്ഷത്തിനും, പത്തനംതിട്ട ജില്ല UDFനും ആധിപത്യവും മേൽക്കൈയുമുള്ള ജില്ലകളാണ്. എന്നാൽ ശക്തമായ മത്സരം തന്നെയാണ് ഇവിടങ്ങളിലെല്ലാം തന്നെ നടന്നത്. തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം 14 മണ്ഡലങ്ങളുണ്ട്. ഇതിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളും ഈ തിരുവനന്തപുരം ജില്ലയിലാണ്, തലസ്ഥാന ജില്ലയിലാണുള്ളത്. ആ അർത്ഥത്തിൽ തന്നെ BJPയുടെ മുൻനിര നേതാക്കളും മത്സരരംഗത്ത് ഇറങ്ങിയിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ എക്സിറ്റ് പോൾ ഫലങ്ങളും മറ്റും വരുമ്പോൾ പലരും പ്രതീക്ഷ പങ്കുവെക്കുമ്പോഴും ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണ് മുന്നണികൾക്കൊക്കെ തന്നെ. വോട്ട് മറച്ചു എന്ന ആരോപണവും കുതിരക്കച്ചവടവും മറ്റും നടന്നു എന്ന ആരോപണവും ഇരു കൂട്ടരും BJPയും ഒക്കെ തന്നെ ആരോപിച്ചുകൊണ്ടിരിക്കുന്നു. തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം 14 മണ്ഡലങ്ങളിൽ ഏതാണ്ട് 5 മണ്ഡലങ്ങളിൽ ഒരു സംശയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു മത്സരത്തിൻ്റെതായിട്ടുള്ളൊരു പ്രതീതി എന്ന് തന്നെ പറയാനില്ല. സിറ്റി MLAമാർ അവിടെ വിജയിച്ച് വരുമെന്നുള്ളതാണ് പ്രതീക്ഷ. വട്ടിയൂർക്കാവ് നേമം മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ശക്തമായിട്ടുള്ള മത്സരം വന്നത്. ആര് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇനിയും പോളിംഗ് കഴിഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. പാർട്ടികൾ അവരുടേതായ രീതിയിൽ കണക്കെടുത്തിരിക്കുന്നു. എന്നാൽ പോലും വ്യക്തമായിട്ട് ആർക്കെങ്കിലും ജയപരാജയങ്ങൾ പ്രവചിക്കുക സാധ്യമാകാത്തൊരു സാഹചര്യമാണ് ഈ 2 മണ്ഡലങ്ങളിലും ഉള്ളത്. നേമത്തും വട്ടിയൂർക്കാവിലും ഒക്കെ തന്നെ വോട്ട് മറച്ചുവെന്ന് ഇടതുപക്ഷവും അത് UDFും ഒക്കെ തന്നെ ആരോപിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും പ്രതീക്ഷകൾ പരസ്പരം പങ്കുവെക്കുമ്പോഴും എല്ലാവരും ആശങ്കയിൽ തന്നെയാണ്. ഏത് രീതിയിലായിരിക്കും ഈ മണ്ഡലങ്ങളിലെ ഫലം ഉണ്ടാവുക എന്നുള്ള കാര്യം തന്നെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. മറ്റൊന്ന്, അപ്രതീക്ഷിതമായിട്ടുള്ള മത്സരം നടന്ന ചില മണ്ഡലങ്ങളാണ്. നെടുമങ്ങാട്, തിരുവനന്തപുരം, അതുപോലെ പാറശാല, നെയ്യാറ്റിൻകര, കാട്ടാക്കട തുടങ്ങിയ മണ്ഡലങ്ങൾ. മന്ത്രിമാരായിട്ടുള്ള സ്പീക്കറായിട്ടിരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ തുടങ്ങിയവരൊക്കെ തന്നെ മത്സരരംഗത്തുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ വിജയം പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു ഇവർ മത്സരരംഗത്തേക്ക് ഇറങ്ങിയത്. എന്നാൽ അവസാന സമയത്തെ പ്രചാരണത്തിലെ മറ്റുള്ളവരുടെ മുന്നേറ്റവും അടിയൊഴുക്കുകളും തന്നെയാണ് ഇവിടെയും ജയപരാജയങ്ങൾ പ്രവചിക്കാൻ സാധ്യമാകാത്ത രീതിയിൽ, അപ്രസക്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ മാറ്റിയിരിക്കുന്നത്. തലസ്ഥാന ജില്ലയിൽ ഈ തരത്തിൽ ആർക്കെങ്കിലും ഏത് മണ്ഡലങ്ങളിൽ മേൽക്കൈ പ്രവചിക്കുക അസാധ്യം തന്നെയാണ്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ 11 മണ്ഡലങ്ങളിലും വിജയിക്കാനാകുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ്
ഇടത് മുന്നണിക്ക് വ്യക്തമായ മേൽക്കൈയും ആധിപത്യവുമുള്ള ഒരു ജില്ലയാണ്. ആ അർത്ഥത്തിൽ 11 മണ്ഡലങ്ങളിലും തങ്ങൾക്ക് വിജയിക്കാനാകും, നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരിയ തോതിലെങ്കിലും ഇടതുപക്ഷത്തിന് ആശങ്കയുള്ളത് ചവറ മണ്ഡലം സംബന്ധിച്ചാണ്. ഷിബു ബേബി ജോൺ ആയിരുന്നു ഇവിടെ എതിർ സ്ഥാനാർത്ഥിയായി UDF സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടായിരുന്നത്. ഈ ഒരു മണ്ഡലത്തിൽ നല്ല ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാനായി എങ്കിലും പൂർണ്ണമായും ഒരു പ്രതീക്ഷ പുലർത്താൻ ഇടതുമുന്നണിക്ക് ആകുന്നില്ല. ഈ കുണ്ടറയിൽ UDF പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. ശക്തമായ രീതിയിലൊരു വിജയം കൈവരിക്കാനാകുമെന്നാണ് UDF നേതൃത്വത്തിന്റെ പ്രതീക്ഷ. നേരത്തെ കരുനാഗപ്പള്ളിയിലും കുണ്ടറയിലുമായിരുന്നു UDFന് ജയിക്കാനാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പ്രത്യേകിച്ച് 2006 ശേഷം കോൺഗ്രസിന് മന്ത്രിമാരില്ലാത്തൊരു ജില്ലയാണ് കൊല്ലം ജില്ല. കുണ്ടറയിലും കരുനാഗപ്പള്ളിയിലും കോൺഗ്രസ് പ്രതിനിധികളെ വിജയിപ്പിച്ച് ഒരു മേൽക്കൈ ഉണ്ടാക്കാനാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം കരുനാഗപ്പള്ളി ആ ഒരു പട്ടികയിൽ നിന്ന് പുറത്തുപോയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു പ്രതീക്ഷ UDFനുള്ളത് കോൺഗ്രസിനുള്ളത് കുണ്ടറയിലാണ്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ UDFന് ആധിപത്യമുള്ളൊരു ജില്ലയാണ്. ഈ ജില്ലയിലും ആറന്മുളയിൽ എന്താകുമെന്നുള്ള കാര്യത്തിൽ ഇരു മുന്നണികൾക്കും ഒപ്പം BJPക്കും സംശയമുണ്ട്. വ്യക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള മത്സരം 3 പേരും കാഴ്ചവെച്ചു. ആ അർത്ഥത്തിൽ ആർക്കായിരിക്കും വിജയം എന്നുള്ള കാര്യത്തിൽ ഇനിയും സംശയമുണ്ട്. വീണ ജോർജ് വിജയിക്കുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളും മറ്റും പുറത്തു വരുമ്പോഴും ആ ഒരു പ്രതീക്ഷയും വനിതാ പ്രതിനിധി എന്നുള്ള നിലയിൽ ഇടതുപക്ഷവും വീണ ജോർജിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോഴും അവർക്ക് പോലും നേരിയ തോതിലെങ്കിലും ആശങ്കയുണ്ട്. ഏതായിരുന്നാലും മറ്റു മണ്ഡലങ്ങളിൽ റാന്നിയിൽ രാജു എബ്രഹാം വിജയിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും NDA സ്ഥാനാർത്ഥി പിടിച്ച വോട്ടുകൾ അത് തിരിച്ചടിയാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. രാജു എബ്രഹാം അതുപോലെ മറിയാമ്മ ചെറിയാനുമായിരുന്നു റാന്നിയിൽ മത്സരരംഗത്തുണ്ടായിരുന്നത്. രാജു എബ്രഹാം വിജയിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ തന്നെയാണ് നേതൃത്വത്തിനുള്ളത്. അതേസമയം ഇവിടെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുക തീർച്ചയായും NDA സ്ഥാനാർത്ഥി പിടിച്ച വോട്ടുകൾ തന്നെയായിരിക്കും. അതുപോലെ തിരുവല്ലയിൽ ജോസഫ് പുതുശ്ശേരിക്ക് നേരിയ മേൽക്കൈയുണ്ട്. പ്രചരണത്തിലേക്കും മറ്റും സാധ്യതകൾ കണക്കിലെടുക്കുമ്പോൾ നേരിയ മുൻതൂക്കമുണ്ട് എന്ന് പറയാം. തെക്കൻ കേരളത്തിലെ വിവരങ്ങളാണ് അലമീൻ നൽകിയത്. മുന്നണികളൊക്കെ ഇപ്പോഴും പ്രതീക്ഷയിൽ തന്നെയാണ്. സനൂപ് ശശിധരനുണ്ട് മധ്യമേഖലയിലെ വിവരങ്ങൾ നൽകാൻ. സനൂപ്, മുൻകാലങ്ങളിലൊക്കെ UDFനെ പിന്തുണച്ചൊരു മേഖലയാണ് മധ്യമേഖലയിലെ ഭൂരിപക്ഷം മണ്ഡലങ്ങളും. പക്ഷേ ഇത്തവണ സംസ്ഥാന വ്യാപകമായി പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. അതോടൊപ്പം UDFന്റെ സിറ്റിംഗ് മന്ത്രിമാർ തോൽക്കും എന്നതടക്കമുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ പോളിംഗ് ശതമാനത്തിലെ അന്തിമ കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഏത് രീതിയിലുള്ള പ്രതീക്ഷകളാണ് മുന്നണികൾ പങ്കുവെക്കുന്നത്? തീർച്ചയായും മധ്യ കേരളത്തിൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇരു മുന്നണികളുമുള്ളത്. പ്രത്യേകിച്ച് UDFന് ഏറ്റവും കൂടുതൽ മേൽക്കൈ നൽകുന്ന 2 ജില്ലകൾ മധ്യ കേരളത്തിലാണുള്ളത്, കോട്ടയവും എറണാകുളവും. ഇതിൽ കോട്ടയത്ത് ഇത്തവണയും മികച്ച വിജയം നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം എറണാകുളത്ത് മികച്ച വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ കൂടി വലിയ തോതിൽ കഴിഞ്ഞ കാലങ്ങളിൽ നേടിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന UDF ക്യാമ്പ് ഒരു ചെറിയ ആശങ്ക പടർന്നിട്ടുണ്ട്. അതേസമയം LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ് എറണാകുളത്ത് 5 സീറ്റുകൾ വിജയിക്കുകയും മറ്റ് 5 സീറ്റുകളിൽ സാധ്യത ഉണ്ട് എന്ന കണക്കിലാണ് പുതിയ കണക്കുകൾ LDF നിരത്തുന്നത്. ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നുള്ളതെല്ലാം കഴിഞ്ഞ ദിവസത്തെ വോട്ടിംഗ് ശേഷമുള്ള കണക്കുകൾ ഇടതുപക്ഷ CPM എറണാകുളത്ത് CPM ജില്ലാ കമ്മിറ്റി ശേഖരിക്കുകയും ഇന്ന് വിശകലനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു. തൃശ്ശൂരിലേക്ക് പോവുകയാണെങ്കിൽ തൃശ്ശൂരിൽ വലിയ തോതിൽ LDFന് മേൽക്കൈ ലഭിക്കും എന്ന് തന്നെയാണ് LDF ക്യാമ്പ് വിശ്വസിക്കുന്നത്. 10 സീറ്റ് വരെ, ആകെയുള്ള 13-ൽ 10 സീറ്റ് വരെ നേടാൻ സാധിക്കും എന്നാണ് LDF ക്യാമ്പുകളുടെ വിശ്വാസം. UDF ക്യാമ്പിന് വലിയ ആത്മവിശ്വാസം ഇല്ല എന്നത് കഴിഞ്ഞ ദിവസം CN ബാലകൃഷ്ണന്റെ വാക്കുകളിൽ തന്നെ വ്യക്തമായിരുന്നു. വലിയ പ്രതീക്ഷകളില്ല. തൃശ്ശൂർ ജില്ലയിൽ UDF പ്രതീക്ഷ വയ്ക്കുന്നത് 2 മണ്ഡലങ്ങളാണ്. ഒന്ന് വടക്കാഞ്ചേരിയിലും മറ്റൊന്ന് തൃശ്ശൂരും പിന്നീട് ഒല്ലൂരിലും അവർ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതേസമയം എക്സിറ്റ് പോളുകളുടെ ഫലം വന്ന ശേഷം ചേലക്കരയിൽ ഒരു സാധ്യതയും അവർ കണക്കുകൂട്ടുന്നു. എക്സിറ്റ് പോളുകൾ ചേലക്കര LDFന് നഷ്ടമാകുമെന്നാണ് സൂചിപ്പിച്ചിരുന്നത്. ഇതിലും ഒരു കണക്ക് വയ്ക്കുന്നു. ഇന്ന് ചേർന്ന CPMന്റെ തൃശ്ശൂർ നേതൃയോഗങ്ങളിലും ഇക്കാര്യം കാര്യമായി തന്നെ വിശകലനം ചെയ്തു. CPMന് ചേലക്കരയിൽ ഏതാണ്ട് പാർട്ടി വോട്ടുകളിൽ പാർട്ടിയുടെ അടിത്തറയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് വോട്ടിങ്ങിലും ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് പരാജയത്തിലേക്ക് നയിക്കും എന്ന് തന്നെയാണ് CPM വോട്ടിങ്ങിലെ പാറ്റേൺ വെച്ച് നോക്കിക്കൊണ്ട് സംസാരിക്കുന്നത്. മറിച്ച് ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പം ആത്മവിശ്വാസം വളരെയധികം പ്രകടിപ്പിക്കുന്നുണ്ട് 5 മണ്ഡലങ്ങളിൽ. പക്ഷേ നിർണായകമാകുന്ന തോട്ടമേഖലയിൽ AIDMK മത്സരിക്കുന്നുണ്ട്. ഇവർ പിടിക്കുന്ന വോട്ടുകൾ തന്നെയായിരിക്കും. ഉടുമ്പൻചോലയിൽ MM മണിക്ക് ഒപ്പം തന്നെ പീരുമേടിൽ ബിജുമോൾക്കും ഇത് വലിയൊരു ഭീഷണി ആകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം തന്നെ BDJSന്റെ സാന്നിധ്യം ഇവിടെയെല്ലാം തന്നെ ഇരുമുന്നണികളുടെയും ഉറക്കം കെടുത്തുന്നുണ്ട്. LDF ഇടുക്കിയിൽ വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നത് ദേവികുളം മാത്രമാണ്. S രാജേന്ദ്രൻ വിജയിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്നു. അതേസമയം UDF ആകട്ടെ
തൊടുപുഴ മാത്രമാണ് വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നത്. മറ്റ് 4 ഇതിലും സാധ്യതകൾ മാത്രമാണ് പറയുന്നത്. ഇടുക്കിയിലാണ് ഏറ്റവും ശക്തമായ വാശിയേറിയ പോരാട്ടം ഇടുക്കി ജില്ലയിൽ നടന്നത്. ഫ്രാൻസിസ് ജോർജും റോഷി അഗസ്റ്റും തമ്മിൽ വാശിയേറിയ പോരാട്ടം തന്നെ നടന്നിരുന്നു. ഇവിടെ BDS പിടിക്കുന്ന വോട്ടുകളും നിർണായകമാകും. അതുകൊണ്ട് തന്നെ വലിയ അനിശ്ചിതത്വം ഇവിടങ്ങളിലെല്ലാം തന്നെ ഒരു മുന്നണികൾക്കിടയിലും നിലനിൽക്കുന്നു എന്നാണ് വസ്തുത. കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ കോട്ടയത്ത് CPM-ന് നിലവിൽ 2 സീറ്റുകളാണുള്ളത്, ഏറ്റുമാനൂരും വൈക്കവും. ഇതിൽ ഏറ്റുമാനൂരിൻ്റെ വിജയം സുരേഷ് കുറുപ്പ് വിജയിക്കുമോ എന്ന കാര്യത്തിൽ CPM-ന് LDF-ന് ആശങ്കയുണ്ട്. അതേസമയം കഴിഞ്ഞ തവണ വിജയിച്ച വൈക്കം ഇത്തവണയും നിലനിർത്തുകയും ഒപ്പം ചങ്ങനാശ്ശേരിയിലും പാലയിലും ഇത്തവണ വെന്നിക്കൊടി പാറിക്കുമെന്നാണ് LDF ക്യാമ്പ് വിശ്വസിക്കുന്നത്. പാലയിൽ KM മാണിക്കെതിരെ മണി സി കാപ്പൻ വിജയം നേടും. മാണിക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും ഒപ്പം തന്നെ PC ജോർജ് എന്ന വ്യക്തി ഉണ്ടാക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ള സ്വാധീനവും മാണിക്ക് തിരിച്ചടിയാകും. അത് മണി സി കാപ്പൻ വിജയിക്കാൻ വഴിയൊരുക്കുമെന്നാണ് പറയുന്നത്. ചങ്ങനാശ്ശേരിയിൽ മാണിയുടെ തന്നെ ഏറ്റവും സമുന്നത നേതാവായ CF തോമസിനെ ഇത്തവണ അട്ടിമറിച്ച് മണ്ഡലം പിടിച്ചെടുക്കും. ഡോക്ടർ KC ജോസഫിലൂടെ അത് പിടിച്ചെടുക്കുമെന്നാണ് LDF ക്യാമ്പ് വിശ്വസിക്കുന്നത്. ഈ കോട്ടയത്ത് മാത്രമാണ് LDF ഒരു വലിയ മേധാവിത്വം നേടില്ല എന്ന് LDF ക്യാമ്പ് തന്നെ അനലൈസ് ചെയ്തു വെച്ചിരിക്കുന്നത്. 3 സീറ്റുകളാണ്. ഏറ്റുമാനൂർ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, പക്ഷേ അതൊരു ലഭിക്കാനും സാധ്യതയുണ്ട് എന്ന തരത്തിലാണ്. 3 സീറ്റുകൾ നേടും. ഏറ്റുമാനൂരിൻ്റെ കാര്യത്തിൽ കൃത്യമായ ഒരു കണക്ക് പറയാനാവില്ല. ക്ഷീണം അവിടെ LDF-ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കോട്ടയത്തിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. എറണാകുളത്ത് 5 സീറ്റുകൾ നേടുകയും മറ്റ് 5ഇടത്ത് സാധ്യതകൾ ഉണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറയിൽ M സ്വരാജ് 1000 വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ്, 1000-നടുത്ത് വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് LDF കണക്കൂട്ടിയിരിക്കുന്നത്. BJP-ക്ക് ഏതാണ്ട് 23,000-നും 24,000-നും ഇടയിൽ വോട്ടേ ലഭിക്കുള്ളൂ. ഇനി BJP-ക്ക് കൂടുതൽ വോട്ടുകൾ BDS സ്വാധീനം കൊണ്ട് 30,000 വരെ പോവുകയാണെങ്കിൽ ബാബു 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് LDF ക്യാമ്പ്. മധ്യ കേരളത്തിലും കണക്കുകൂട്ടലുകളിൽ തന്നെയാണ് മുന്നണികൾ. വടക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി MK ഷുക്കൂറുണ്ട്. ഷുക്കൂർ, ഒരുപക്ഷേ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഇടതുമുന്നണിയെ ശക്തമായി പിന്തുണച്ച മേഖലയാണ് വടക്കൻ മേഖല. ഇത്തവണ കൂടുതൽ പോളിംഗ് നടന്നതും വടക്കൻ മേഖലയിലാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളും ഇടതുമുന്നണിക്ക് അനുകൂലമായി തന്നെ വടക്കൻ മേഖല ഉണ്ടാകുമെന്ന പ്രവചനമാണ് നടത്തിയിട്ടുള്ളത്. ഏത് രീതിയിലാണ് ഇപ്പോൾ മുന്നണികൾ പങ്കുവെക്കുന്ന പ്രതീക്ഷകൾ? സായ്കുമാർ, ഇടതുമുന്നണി പ്രതീക്ഷിച്ചതുപോലെ ഒരു ന്യൂനപക്ഷ ധ്രുവീകരണം ഇടതുപക്ഷത്തിന് അനുകൂലമായി ഉണ്ടായി എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ അതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ അംഗീകരിക്കുമ്പോൾ പോലും ഇടതുമുന്നണി പ്രതീക്ഷിച്ച ചില സീറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു വിവരം എക്സിറ്റ് പോൾ ഫലങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആ എക്സിറ്റ് പോൾ ഫലങ്ങളെ അംഗീകരിക്കാൻ CPM നേതൃത്വം തയ്യാറല്ല. അവസാനമായി വന്ന വോട്ടിംഗ് പെർസെൻറ്റേജുകൾ ഇത്രയാണ്. കാസർഗോഡ് ജില്ലയിൽ 78.51, ഇത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കൂടിയതാണ്. കണ്ണൂരിൽ 80.63, ഇത് പക്ഷേ ഒരു വർധനവ് കണ്ണൂരിൽ കാണുന്നില്ല. വയനാട് ജില്ലയിൽ 78.22, ഇത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടിയ ഒരു പെർസെൻറ്റേജാണ്. കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും അധികം പേർ വോട്ട് രേഖപ്പെടുത്തിയത്, 81.99%. മലപ്പുറത്തും 75.83, പാലക്കാട് 78.37. വളരെ വൈകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ വോട്ടുകളും പൂർണ്ണമായി കണക്കാക്കിയ ശേഷം പുറത്തുവിട്ട കണക്കാണിത്. ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ ശക്തമായ മത്സരം നടന്ന എല്ലായിടങ്ങളിലും വോട്ട് കൂടേണ്ടതാണ്. എന്നാൽ ഏതാണ്ട് 4-5 മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടന്ന പെരിന്തൽമണ്ണ, അതുപോലെ തന്നെ അഴീക്കോട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം ഉയർന്നിട്ടില്ല. മറിച്ച് മലമ്പുഴ, അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ കൽപ്പറ്റ, മാനന്തവാടി, ബത്തേരി, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി, മണ്ണാർക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. ഏതാണ്ട് ശക്തമായ മത്സരം നടന്ന പകുതിയിലധികം മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. നമുക്കറിയാം, ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലം കണ്ണൂർ ജില്ലയിലെ അഴീക്കോടാണ്. UDF-ലെ KM ഷാജിയും LDF-ലെ MV നികേഷ് കുമാറുമാണ് ഇവിടെ മത്സരിച്ചത്. ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. അവസാന നിമിഷം KM ഷാജിയെ തോൽപ്പിക്കാൻ 2000-ഓളം വോട്ടുകൾ SDPI ഇടതുമുന്നണിക്ക് മറിച്ചു എന്നത് SDPI നേതാക്കൾ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അത് പരസ്യമായി പറയാൻ അവർ തയ്യാറല്ല. അപ്പുറത്തും RSSന്റെ ഏതാനും വോട്ടുകൾ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ KM ഷാജിക്ക് വേണ്ടിയും മറിച്ചു എന്നുള്ളതാണ് വിശ്വസനീയമായ വിവരം. എന്നാൽ ഇതെല്ലാം പരസ്യമായി പറയാൻ ഈ 2 കക്ഷികളും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ KM ഷാജി ജയിക്കുമെന്നാണ് വിവരമെങ്കിലും ഈ മറിച്ച വോട്ടുകളുടെ കണക്ക് എങ്ങനെ ഈ ഫലത്തെ സ്വാധീനിക്കുമെന്നത് നമുക്ക് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് 2 വിഭാഗവും ആശങ്കയിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. മുസ്ലിം ലീഗ് സംസ്ഥാന തലത്തിൽ നടത്തിയ കണക്കെടുപ്പിൽ അഴീക്കോട് സീറ്റ്
വിജയിക്കില്ല എന്നാണ് അവർ കരുതുന്നത്. എങ്കിൽ പോലും വിജയസാധ്യത കുറവാണ് എന്നാണ് കരുതുന്നത്. ഒരുപക്ഷെ അത്ഭുതം സംഭവിച്ചേക്കാം. രണ്ടു കൂട്ടരും അഴീക്കോട് സീറ്റിന്റെ കാര്യത്തിൽ അമിതമായ ആത്മവിശ്വാസത്തിന് തയ്യാറല്ല. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്ത് നമുക്കറിയാം ത്രികോണ മത്സരമാണ് നടന്നത്. UDF-ഉം BJP-യുമാണ് അവസാന ഘട്ടത്തിൽ മത്സരത്തിലുണ്ടായിരുന്നത്. BJP ഇപ്പോഴും അവിടെ വിജയപ്രതീക്ഷ പുലർത്തുന്നു. എന്നാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും അതുപോലെ തന്നെ BJP വിരുദ്ധ വിഭാഗങ്ങളുടെയും എല്ലാം വോട്ടുകൾ UDF-ന് കൃത്യമായി കിട്ടി എന്നാണ് അവർ അവസാന നിമിഷത്തിൽ കണക്ക് കൂട്ടിയിട്ടുള്ളത്. അവിടെയും ചെറിയ തോതിൽ, അതായത് 1% വോട്ടിംഗ് ശതമാനത്തിൻ്റെ വർധനവാണ് മഞ്ചേശ്വരത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ 1% BJP-യും അതുപോലെ തന്നെ UDF-ഉം ശക്തമായി മത്സരിച്ച ഒരു സാഹചര്യത്തിൽ ഉണ്ടായി എന്ന് തന്നെ കണക്കാക്കണം. അവിടെയും ആര് വിജയിക്കുമെന്നത് ഇനിയും എന്തായാലും പോളിംഗ് ശതമാനത്തിലെ അന്തിമ കണക്കുകൾ പുറത്തു വന്നപ്പോൾ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ ഉള്ളത്. എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കാതെയാണ് ഇപ്പോൾ UDF നേതൃത്വം പ്രതികരിച്ചിട്ടുള്ളത്. തങ്ങൾക്ക് അനുകൂലമായി തന്നെ വിധി ഉണ്ടാകുമെന്ന് UDF നേതാക്കൾ എന്ന് പറഞ്ഞു. അതേസമയം ചിലയിടങ്ങളിൽ വോട്ട് മറിച്ചു എന്നുള്ള ആരോപണവുമായി CPM നേതാക്കളും BJP നേതാക്കളും ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് അല്ലമീനും, കൊച്ചിയിൽ നിന്ന് സനൂപ് ശശിധരനും, കോഴിക്കോട് നിന്ന് MK ഷുക്കൂറും നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് വരാം. ചെറിയൊരിടവേളയ്ക്ക് ശേഷം. കേരള ബാലറ്റ് തുടരുന്നു. പട്ടാമ്പി മണ്ഡലം UDF സ്ഥാനാർത്ഥി CP മുഹമ്മദിനെതിരെ കേസെടുത്തു. വോട്ടർക്ക് പണം നൽകി സ്വാധീനിച്ചുവെന്ന പരാതിയിലാണ് കേസ്. പട്ടാമ്പി മജിസ്ട്രേറ്റ് കോടതിയുടെ അനുമതി പ്രകാരമാണ് കേസെടുത്തത്. വിളയൂർ പഞ്ചായത്തിലെ വീട്ടമ്മയ്ക്ക് പണം നൽകിയെന്നാണ് ആരോപണം. KM ബിജു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന്. ബിജു, ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് കേസെടുത്തിരിക്കുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സായി, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ശേഷം വോട്ടർമാർക്ക് പണമോ മറ്റ് പാരിതോഷികമോ നൽകി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിനുള്ള 171B, 171E വകുപ്പ് പ്രകാരമാണ് CP മുഹമ്മദിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് 3 ദിവസം കഴിഞ്ഞ 13-ാം തീയതിയായിരുന്നു പിണറായി വിജയൻ CP മുഹമ്മദ് വോട്ടർക്ക് പണം നൽകുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തത്. തുടർന്ന് അന്ന് തന്നെ LDF മണ്ഡലം കൺവീനർ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി. സാങ്കേതികമായി പോലീസിന് മുനിസിപ്പൽ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയുടെ അനുമതി പ്രകാരം മാത്രമേ ഒരു ജനപ്രതിക്കെതിരെ കേസെടുക്കാൻ കഴിയൂ. ഇതിന് പരാതിക്കാരുടെ നേരിട്ടുനിന്ന് കോടതിയിൽ ഹാജരാകുക വേണം. അത്തരം സാങ്കേതിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഇന്ന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിളയൂർ പഞ്ചായത്തിലെ വിലാസിനി എന്ന വീട്ടമ്മയ്ക്ക് പണം കൊടുത്തു എന്നായിരുന്നു CP മുഹമ്മദിനെതിരെ ഉയർന്ന ആരോപണം. വിളയൂർ പഞ്ചായത്ത് CP മുഹമ്മദിന്റെ പഞ്ചായത്ത് തന്നെയാണ്. ഈ ആരോപണം ഉയർന്ന അപ്പോൾ തന്നെ നമ്മൾ ഈ CA വിളിച്ചിരുന്നു. അപ്പോൾ അവർ പ്രതികരിച്ചിരുന്നില്ല. 13-ാം തീയതി തന്നെ LDF കേസ് കൊടുക്കുകയും ചെയ്തു. കേസ് അന്വേഷണം തുടങ്ങിയെന്നാണ് പട്ടാമ്പി പോലീസ് SI ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സായി, പട്ടാമ്പിയിലെ UDF സ്ഥാനാർത്ഥി CP മുഹമ്മദിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. വോട്ടർക്ക് പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. KM ബിജുവാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇടത് വലത് ഒത്തുകളി നടന്നതായി BJP-യെ തോൽപ്പിക്കാൻ 2 മുന്നണികളും ഗൂഢാലോചന നടത്തിയെന്ന് സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ 2 മുന്നണികളും തമ്മിൽ വോട്ട് ധാരണ ഉണ്ടായിരുന്നതായി PS ശ്രീധരൻപിള്ളയും ആരോപിച്ചു. BJP-യെ തോൽപ്പിക്കലായിരുന്നു ഇടത് വലത് മുന്നണികളുടെ പ്രധാന ലക്ഷ്യമെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു അവർ ഈ 140 നിയോജകമണ്ഡലത്തിൽ അവർ ഒരു വലിയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അവിഹിത കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. BJP ശക്തമായ മണ്ഡലങ്ങളിൽ ഒത്തുകളി നടന്നിട്ടുണ്ട്. താൻ മത്സരിച്ച വട്ടിയൂർക്കാവിലും ഇത് നടന്നു. കേരളത്തിലെ സർവ്വശക്തിയും ഈ വട്ടിയൂർക്കാവിൽ എനിക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഞാൻ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പോൾ അവർ LDF-ൻ്റെയും UDF-ൻ്റെയും പ്രധാനപ്പെട്ട ടാർഗറ്റ് ഞാനായിരുന്നു. കാരണം സംസ്ഥാന പ്രസിഡന്റിനെ തോൽപ്പിക്കുക, BJP-യുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുക. തിരുവനന്തപുരം ജില്ലയിൽ നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കോവളം മണ്ഡലങ്ങളിൽ മുന്നണികൾ ഒത്തുകളിച്ചതായി BJP ജില്ലാ നേതൃത്വം ആരോപിച്ചു. BJP ഏറെ പ്രതീക്ഷ അർപ്പിച്ച ചെങ്ങന്നൂരിലെ സ്ഥാനാർത്ഥി PS ശ്രീധരൻപിള്ളയും സമാന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പല ബൂത്തുകളിലും ബൂത്ത് കിട്ടിയിരുന്നില്ല, ആളുകൾ ഉണ്ടായിരുന്നില്ല. നിലവിലുള്ള MLA ഇങ്ങനെ അതിജീവനായി 3-ാം സ്ഥാനത്തേക്ക് തലപ്പെട്ട് പോയേക്കാം. ആ ഒരു സാഹചര്യത്തിൽ ഇവർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് പ്രകടമായ ഒരു മണ്ഡലമാണ് ചെങ്ങന്നൂർ. ആലപ്പുഴ ബ്യൂറോയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം. നേമത്ത് BJP-ക്ക് അനുകൂലമായി UDF വോട്ട് മറിച്ചെന്ന് LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടി. വോട്ടെടുപ്പ് ദിവസം ബൂത്ത് പ്രവർത്തനത്തിൽ UDF സജീവമല്ലാതിരുന്നത് ഇതിനു തെളിവാണ്. UDF സ്ഥാനാർത്ഥി സുരേന്ദ്രൻപിള്ളയുടെ അറിവോടെയാണിത്. എങ്കിലും നേമത്ത് BJP അക്കൗണ്ട് തുറക്കില്ലെന്നും ശിവൻകുട്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. വട്ടിയൂർക്കാവിൽ കാലുവാരാൻ ശ്രമം നടന്നിട്ടുണ്ടാകാമെന്ന് K മുരളീധരൻ. എന്നാൽ അതുകൊണ്ടൊന്നും തന്നെ തോൽപ്പിക്കാനാകില്ല. എക്സിറ്റ് പോളിൽ വിശ്വസിക്കുന്നില്ലെന്നും അതിൽ വൈരുദ്ധ്യമുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു.
ഭൂമിദാന വിവാദത്തെക്കുറിച്ച് പൊതുജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ UDFന് സാവകാശം കിട്ടിയില്ലെന്ന് UDF കൺവീനർ PP തങ്കച്ചൻ. സരിത കേസും ബാർക്കോഴ കേസും ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ സാവകാശം കിട്ടി. ഭൂമിദാന കേസിൽ സമയം കിട്ടാത്തതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചേക്കും. ജിഷ കൊലക്കേസ് പെരുമ്പാവൂർ മണ്ഡലത്തിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് ചർച്ചയായുള്ളൂവെന്നും PP തങ്കച്ചൻ കൊച്ചിയിൽ പറഞ്ഞു. LDF 100 സീറ്റ് വരെ നേടാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് VS അച്യുതാനന്ദൻ. BJPയും UDFും വോട്ട് കച്ചവടം നടത്തിയില്ലെങ്കിൽ ഈ ലക്ഷ്യത്തിലെത്തും. സമ്മതിദാനാവകാശം ജനങ്ങൾ ശരിയായി വിനിയോഗിച്ചു എന്നാണ് എക്സിറ്റ് പോൾ ഫലം വ്യക്തമാക്കുന്നതെന്നും VS ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരിടവേള. കേരള ബാലറ്റ് തുടരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കം എന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ, ചാണക്യ എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് LDF 88 മുതൽ 101 സീറ്റുകൾ വരെ നേടിയേക്കും. BJP 3 സീറ്റ് വരെ നേടുമെന്നും പ്രവചനമുണ്ട്. VS അച്യുതാനന്ദൻ അടുത്ത മുഖ്യമന്ത്രിയായേക്കുമെന്ന് 49% പേർ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്ന സൂചനയുമാണ് എക്സിറ്റ് പോളുകൾ നൽകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേട്ടമുണ്ടാക്കുമെന്ന് തന്നെയാണ് പുറത്തുവന്ന എല്ലാ സർവേ ഫലങ്ങളും നൽകുന്ന സൂചന. ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ, ചാണക്യ, ഇന്ത്യ TV എന്നീ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇടതിനെ 88 മുതൽ 101 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് പ്രവചിക്കുന്നത്. UDFന് 38 മുതൽ 48 സീറ്റുകളും BJP 3 സീറ്റ് വരെയും നേടിയേക്കുമെന്നും പറയുന്നു. മറ്റുള്ളവർ 4 സീറ്റ് വരെയും നേടിയേക്കാം. മുഖ്യമന്ത്രിയായി VS വരുമെന്നും ഇക്കാര്യം ആഗ്രഹിക്കുന്നവർ 35% ചാണക്യ സർവേ പറയുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ 34%, ഭരണമാറ്റം ആഗ്രഹിക്കുന്നവർ 49%. 30% ക്രിസ്ത്യൻ വോട്ട് LDFന് ലഭിച്ചെന്നും 57% മുസ്ലിം സമുദായാംഗങ്ങൾ UDFനൊപ്പം നിന്നതായും സർവേ കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10% വോട്ട് നേടിയ BJPക്ക് വോട്ട് ഇത്തവണ 9% കുറയുമെന്നും ചാണക്യ പറയുന്നു. ടൈംസ് നൗ എക്സിറ്റ് പോൾ ഫലം LDFന് 78, UDFന് 58, BJPക്കും മറ്റുള്ളവർക്കും 2 സീറ്റുമാണ് പ്രവചിക്കുന്നത്. സി വോട്ടർ LDFന് 82 സീറ്റ് വരെയും UDFന് 62, BJPക്കും മറ്റുള്ളവർക്കും 4 സീറ്റും ലഭിക്കുമെന്നും പറയുന്നു. മീഡിയ 1, ഡൽഹി. LDF ഭൂരിപക്ഷം നേടുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ UDF നേതാക്കൾ തള്ളി. UDF ഭരണം തുടരുമെന്നാണ് ജനങ്ങളുടെ വിധിയെഴുത്തെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും K മാണിയും KC ജോസഫും പറഞ്ഞു. LDFന് അനുകൂലമായി വന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളെ UDFിലെ എല്ലാ നേതാക്കളും തള്ളി. UDF മികച്ച ജയം നേടുമെന്ന് VM സുധീരൻ പറഞ്ഞു. സാമാന്യം നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് അധികാരത്തിൽ തുടരാവുന്ന സാഹചര്യം ഉണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയല്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇതിന് തെളിവാണ്. എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ എത്ര കുറച്ച് വോട്ട് വെച്ച് ഒട്ടും അക്യുറസി ഇല്ലാതെ നടത്തുന്ന ഒരു എക്സർസൈസാണ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ്. അതിനേക്കാൾ വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പ്. അതിലും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ഡൽഹി തെരഞ്ഞെടുപ്പ്. അതിൽ BJP വരുമെന്നാണ് പറഞ്ഞത്, വന്നത് AAP ആണ്. UDF 75-ലധികം സീറ്റുകൾ നേടി വിജയിക്കുമെന്നാണ് KM മാണിയുടെ ആത്മവിശ്വാസം. ഒറ്റ കാര്യമേ ഉള്ളൂ, കേരളത്തിൽ തിരിച്ചുവരും, പാലായിലും തിരിച്ചുവരും. ഇപ്പോൾ പുറത്തുവരുന്ന സർവേ ഫലങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണെന്ന് KC ജോസഫും പ്രതികരിച്ചു. നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു തിരക്കഥയുടെ ആവർത്തനം മാത്രം സർവേ പോലെ ജയിക്കുമെന്ന് നല്ല ആത്മവിശ്വാസമുണ്ടെന്നായിരുന്നു K ബാബുവിന്റെ പ്രതികരണം. ഈ പുതിയ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം CPMന് വളരെ കൂടുതൽ മുൻതൂക്കമുള്ള ഏരിയ ഉൾപ്പെടുന്നതാണ്. ഒട്ടും മോശമല്ലാത്തൊരു സ്ഥിതി ഇവിടെ ഉണ്ടാവും. ഭൂരിപക്ഷം കുറഞ്ഞാലെന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ മെജോറിറ്റി ഉണ്ടാവും. എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യാഴാഴ്ച വരെയേ CPMന് ആശ്വാസം നൽകുകയുള്ളൂ എന്ന് MK മുനീറും പ്രതികരിച്ചു. എക്സിറ്റ് പോളുകളുടെ ഫലം ആണ് മുഖവിലേക്ക് എടുക്കുന്നതെങ്കിൽ പിന്നെ മറ്റന്നാൾ കൗണ്ടിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് നേരെ അങ്ങ് സത്യപ്രതിജ്ഞ ചെയ്താൽ പോരെ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഇന്നത്തെ കേരള ബാലറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഈവനിംഗ് ന്യൂസുമായി NP നിസയും നസ്രയും ചേരും.